ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ച് തുടങ്ങിയിട്ട് ഇന്നേക്ക് 198 ദിവസം. ഇന്ന് രാമായണ മാസാചരണത്തിൻ്റെ പുണ്യം നിറഞ്ഞ 30 വെള്ളിയാഴ്ച. ഭഗവാനെ രുദ്രഗീതം കൊണ്ട് പൂജിച്ച പ്രചേതസ്സുകളുടെ കഥ അതാണ് നമ്മൾ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 19ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകം ഇന്ന് ഇപ്പോൾ വിചാരം ചെയ്ത് സമർപ്പിക്കുന്നു. പതിവ് പോലെ ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി മനനം എന്ന രീതിയിൽ ശ്ലോകം ചൊല്ലി പിന്നീട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാം ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. തഥാ ച തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്ത ദ്രുഹിണേന വാരിതാം ദ്രുമൈഃ ദത്താം താം തനയാം അവാപ്യ ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ ച. തഥാ ച തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്ത. അതിനുശേഷം ആ പ്രചേതസ്സുകൾ
ഭൂതലരോധിന, ഭൂമണ്ഡലം മുഴുവൻ മൂടാൻ തുടങ്ങിയ മരങ്ങളെ, അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവൻ വനങ്ങളായി മാറിയപ്പോ ആ തരൂൻ ക്രുധാദഹന്ത, ആ മരങ്ങളെ തൻ്റെ കോപം കൊണ്ട് ദഹിപ്പിച്ച് ഇല്ലാതെയാക്കാൻ തുടങ്ങിയപ്പോ ദ്രുഹിണേന വാരിത, ബ്രഹ്മാവിനാൽ തടയപ്പെട്ടു. ദ്രുമൈ ദത്താം താം തനയാം അവാപ്യ, മരങ്ങൾ നൽകിയ അവരുടെ മകള് വാർക്ഷി, ആ പെൺകുട്ടിയെ ലഭിച്ചതിന് ശേഷം ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേച്ച, അവിടുന്ന് പറഞ്ഞ പോലെയുള്ള, ഭഗവാൻ പറഞ്ഞു, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളത് കേട്ടു, തയാ ദശലക്ഷവത്സരിം രമധ്വം എന്നാ പറഞ്ഞത്, 10 ലക്ഷം സംവത്സരം അവളോടുകൂടി രമിക്കൂ എന്നാണ്. അപ്പൊ അതേപോലെ തന്നെ സുഖമായി സുഖിനോ അഭിരേമിരേ, അവളോടുകൂടി സുഖമായി കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ വരങ്ങളൊക്കെ നൽകി അപ്രത്യക്ഷമായി, പ്രതേജസ്സുകൾ വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു, ഭൂമി മുഴുവൻ കാട് കയറിയിരിക്കുന്നു. പ്രാചീന ബർഹിസ് ഭഗവത് സാരൂപ്യം പ്രാപിച്ചതുകൊണ്ട് ഭൂമി രക്ഷിക്കാൻ രാജാവില്ലാതെ വന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഭൂമിയുടെ പരിപാലനം നടന്നിരുന്നത്. നാരദ ഉപദേശം കൊണ്ട് പ്രാചീന ബർഹിസ് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഭൂമി രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. പ്രതേജസ്സുകൾക്ക് ഇത്രയും കാലം ഭഗവാനെ ഭജിച്ചിട്ട് പോലും അവർക്ക് കോപമുണ്ടായി. ആ കോപത്തിൽ വായ്ക്കകത്ത് നിന്ന് കാറ്റും തീയും സൃഷ്ടിച്ചു എന്നാണ്. മരങ്ങളെ മുഴുവൻ ചുട്ട് ഇല്ലാതെയാക്കാൻ, ദഹിപ്പിച്ചു കളയാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ മരങ്ങളില്ലാതെയാവും. മരങ്ങളില്ലാതെയായി കഴിഞ്ഞാൽ ഭൂമിയുടെ നിലനിൽപ്പ് അസാധ്യമാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് വന്നു, അവരെ തടഞ്ഞു. പ്രതേജസ്സുകളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതായാലും മരങ്ങൾ തങ്ങളുടെ മകളായ ആ മാരീഷയെ അല്ലെങ്കിൽ വാർക്ഷിയെ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. പ്രംലോച വനത്തിൽ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് മാരീഷയെ വനപുത്രി എന്നും പറയാറുണ്ട്, അല്ലേ? അപ്പൊ ഭഗവാൻ മുമ്പ് വരം നൽകി അനുഗ്രഹിച്ചതുപോലെ 10 ലക്ഷം സംവത്സരകാലം പത്നിയോടുകൂടി അവർ സുഖമായി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നാരായണീയ മധുരം നാരായണ ഭട്ടപാദരുടെയും സാക്ഷാൽ നാരായണമൂർത്തിയുടെയും പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനമായ ശ്രീഹരിയം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാം ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. ഭൂമണ്ഡലം മൂടാനായി പുറപ്പെട്ട മരങ്ങളെ കോപത്തിയിൽ ദഹിപ്പിച്ചു പ്രചേതസ്സുകൾ. ബ്രഹ്മദേവൻ തടഞ്ഞല്ലോ മരമേകി പുത്രിയെയും, ഈശ്വരേച്ഛ പോലെ സുഖമായി വസിച്ചു. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.